കേരള NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. KV ശശിധരൻ പതാക ഉയർത്തിയതോടെയാണ് കേരള NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന് തുടക്കമായത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നയം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആ പാർട്ടികൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് പങ്കാളിയാകുമ്പോൾ ആ ഇടതുപക്ഷത്തുള്ള തൊഴിലാളി പക്ഷത്തുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതാണ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടനിലും ഫ്രാൻസിൽ പോലും. ഇവരൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, തൊഴിലാളി പക്ഷത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. എന്നാൽ പോലും തങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിഭാഗം ഈ അധികാരത്തിൽ വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതി പുരോഗമന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ജനങ്ങൾ ആ രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. എന്നാൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. K. മനോജ് സ്വാഗതം പറഞ്ഞു. TP റിനേഷ് രക്തസാക്ഷി പ്രമേയവും C. സുകുമാരൻ അനുശോചന പ്രമേയവും, K. മനോജ് പ്രവർത്തന റിപ്പോർട്ടും, NP രാജൻ കണക്കും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ NV രാജനെ പ്രസിഡന്റായും VV പ്രീതി, P. ശ്രീജിത്ത് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുത്തു. KV ശശിധരനെ സെക്രട്ടറിയായും, TP റിനേഷ്, M. സുധീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും, C. സുകുമാരനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. 100-ലധികം ജീവനക്കാർ മറ്റു ജില്ലകളിൽ നിന്നുമുള്ളവരാണ്. ഇവർ ദിവസവും ദീർഘദൂരം സഞ്ചരിച്ചാണ് ഓഫീസിലെത്തുന്നത്. അതിനാൽ താലൂക്ക് കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.